39 വയസ്സിലാണ് മെസ്സി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനോക്ക് 41 വയസ്സ്. 2 വയസ്സിൻ്റെ വ്യത്യാസമൊന്നും ഇപ്പോൾ സ്പോർട്സിൽ അത്ര വലിയൊരു വ്യത്യാസമൊന്നുമല്ല. മെസ്സി ഇപ്പോഴും 19-കാരനെ പോലെയോ അല്ലെങ്കിൽ 23-കാരനെ പോലെയോ ഒക്കെ കളിക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. ഡിക്ലൈനിങ് ആണെന്നുള്ളത് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അപ്പം എന്താണ് ഈ മെസ്സിയെ എങ്ങനെ വ്യത്യസ്തനാക്കുന്നതെന്നാണ് സാറിന് തോന്നിയിട്ടുള്ളത്? ഒന്നാമത് അവരുടെ സ്റ്റൈൽ ഓഫ് പ്ലേ ആണ്. ഒന്നുകൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ ചെയ്യുന്ന ഒന്നുകൂടി പവർ ഡിപ്പെൻഡ് ചെയ്താണ്, ഫിസിക്കാലിറ്റിയാണ്. അപ്പം നമ്മൾ കാണുകയാണെങ്കിൽ ഇവിടെ കളി ശൈലി എന്ന് പറയുന്നത് ഒന്നുകൂടി ഫിസിക്കിനെയും അതേപോലെ പവറിനെയൊക്കെ ആശ്രയിച്ച് ഷോട്ടുകൾ. ഇപ്പോൾ മുമ്പൊക്കെ മുമ്പരുടെ മാഞ്ചസ്റ്ററിലും അതേപോലെ തന്നെ റയൽ മാഡ്രിഡിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്ന ഗോളുകൾ, അതേപോലെ വിങ്ങിലൂടെ ഉണ്ടായിരുന്ന പോക്കുകൾ ഒക്കെ ഷോട്ടുകൾ നോക്കുന്നുണ്ടെങ്കിൽ പവർഫുൾ ഷോട്ടുകളായിരുന്നു. അപ്പോൾ ഈവൺ ഫ്രീ കിക്കിൻ്റെ കാര്യത്തിൽ പോലും ഡിക്ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പവറിൽ കുറഞ്ഞതിന് ശേഷമാണ് ആ ഡിക്ലൈൻ സ്റ്റേജിലേക്ക് വന്നിട്ടുള്ളത്. ഒരു ടൈമിൽ മെസ്സിയേക്കാൾ ഒരുപാട് മുന്നിൽ ഫ്രീ കിക്കിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പം അങ്ങനത്തെ ഷോട്ടുകളൊക്കെ നക്കിൾ ബോൾ ഫ്രീ കിക്കൊക്കെ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിരുന്നതാണ്. അപ്പോൾ പിന്നെ ഈ കേളി ശൈലിയിലെ വ്യത്യാസമാണ്. മെസ്സിയുടെ എന്ന് പറയുന്നത് ഒന്നും കൂടി എഫേർട്ട്ലെസ്, നമുക്ക് ഫിസിക്കലാണെന്ന് തോന്നൂല. അപ്പോൾ ഫിസിക്കലി നമ്മൾ കളി ആവശ്യമുണ്ടെങ്കിലും നമുക്ക് തോന്നൂല. മെസ്സിയുടെ കളി എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് സ്റ്റൈലാണ്. നമ്മൾ കളിച്ചിട്ട് അങ്ങനെ ഒഴുകി അങ്ങനെ പോകുന്ന എഫേർട്ട്ലെസ് ആയിട്ടുള്ള പ്ലേസ്മെന്റും ഒക്കെയാണ്. ഇപ്പൊ ഫ്രീ കിക്ക് ആണെങ്കിൽ പോലും പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ആ രീതിയിലാണ് കൃത്യമായിട്ട് എങ്ങനെയാണ് ഔട്ട് ഓഫ് ദി ബോക്സ് പോലെ എങ്ങനെയാണ് ഒരു ആക്ച്വലി ഗോളിലേക്ക് എങ്ങനെ പ്ലേസ് ചെയ്യുക എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ആ ഒരു അക്യുറസിയാണ് മെസ്സിയുടെ ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഡ്രിബിളിങ്ങും ഒക്കെ. ഒറ്റ കാര്യം കൂടി അതിനോട് ചേർത്ത് പറയാണ്. സംഭവം എല്ലാവരും പറയാറുണ്ട് ക്രിസ്ത്യാനോയെ പറ്റിയിട്ട്. ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസ് ആണെങ്കിലും മറ്റാരാണെങ്കിലും അദ്ദേഹത്തെ പരിശീലിപ്പിച്ച കോച്ചുമാരൊക്കെ പറയാനുള്ളൊരു കാര്യമുണ്ട്, ഇന്ന് ജയിച്ചാൽ നമുക്ക് ആ ഒരു ഹങ്കർ അവസാനിച്ചു. പക്ഷെ ക്രിസ്ത്യാനോക്ക് അങ്ങനെയല്ല. അടുത്ത ദിവസം വീണ്ടും ജയിക്കണം, ആ കപ്പ് ഒരിക്കൽ നേടി അടുത്ത വീണ്ടും നേടണം, അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു ഹങ്കറാണ് ക്രിസ്ത്യാനോയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. പക്ഷെ മെസ്സിയെ പറ്റി അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ 39 വയസ്സിൽ ഓൾറെഡി വേൾഡ് കപ്പ് നേടിയൊരു മനുഷ്യൻ ഈ കളിയിൽ ഇപ്പോൾ കാണിക്കുന്നത് എന്താണ്? ആ ഡിസയറും ആ ഹങ്കറും ഒക്കെ അതിനേക്കാൾ തീവ്രമായിട്ട് ഇപ്പോൾ ഇവിടെ കാണുന്നില്ലേ? അത് ഞാനൊന്നും പറയാന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ ക്രിസ്ത്യാനോയുടെ കാര്യം പറഞ്ഞു, ആ ഹങ്കറിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ആ ഹങ്കർ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒന്ന് അദ്ദേഹം ബെഞ്ച് മാർക്കാക്കുന്ന മെസ്സിയാണ്. അത് നമുക്ക് കണ്ടതാണ് ആക്ച്വലി എന്ന് പറയാം. അപ്പോൾ മാഞ്ചസ്റ്ററിലായിരുന്ന സമയത്താണ് 2008 ആദ്യം ബാലൻഡിയോർ കിട്ടുന്നത് ക്രിസ്ത്യാനോക്കാണ്. പക്ഷെ അതിനുശേഷം പിന്നെ കിട്ടുന്നത് 2013 തുടർച്ചയായിട്ട് 2013 മുതൽ 2009, 10, 11, 12 തുടർച്ചയായിട്ട് 4 വർഷം മെസ്സിക്കാണ് ബാലൻഡിയോർ പിന്നെയാണ് കിട്ടുന്നത്. അവിടെയാണ് ആക്ച്വലി ആ ടൈമിലൊക്കെയാണ് അവർ തമ്മിലുള്ള റൈവൽറി തുടങ്ങുന്നത് ശരിക്കും. അപ്പോൾ എപ്പോഴും മെസ്സിയെ ബെഞ്ച് മാർക്ക് ആക്കിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഒബ്സഷൻ എന്ന് പറയുന്നത് ക്രിസ്ത്യാനോക്ക് ഉണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് എന്താ പറയാ, ആ ഹങ്കർ ഇങ്ങനെ കൂടിക്കൊണ്ട് ഏജ് പോകുന്നിടത്തോളം എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റില്ല. ക്രിസ്ത്യാനോ സംബന്ധിച്ചോളം ഈവൻ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത് പോലും ആക്ച്വലി ക്രിസ്ത്യാനോക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. ഇപ്പൊ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ വേൾഡ് കപ്പിൽ നമ്മൾ ഒരിക്കലും ഇപ്പോൾ കളിക്കുന്ന പ്രതീക്ഷിക്കപ്പെട്ടിരുന്നല്ല ഒരിക്കലും, അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം ഈ 4 വർഷത്തിനിടയ്ക്ക് രണ്ടുപേരൊക്കെ ഒരു പക്ഷേ കളിയിൽ നിന്നൊക്കെ ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്നൊക്കെ വിരമിക്കുമെന്ന രീതിയിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ രണ്ടുപേരും, ഒരാള് ക്രിസ്ത്യാനോ വിരമിക്കുന്നില്ല, അപ്പൊ മെസ്സിയും വിരമിക്കുന്നില്ല രീതിയിലേക്ക് അങ്ങനെ വരികയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ടൂർണമെന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനും തന്നെ മെസ്സി ഇതേപോലുള്ള ഒരു പെർഫോമൻസ് കളിക്കുന്ന വിചാരിച്ചാൽ ഒരിക്കലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വേൾഡ് കപ്പ് നേടിയ കഴിഞ്ഞ വർഷം പോലും മെസ്സി 7 ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ 3-4 പെനാൽറ്റികളുണ്ട്, സ്പോട്ട് കിക്കും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ വേൾഡ് കപ്പ് 8 ഗോൾ അടിച്ചതിൽ ഒന്നുപോലും ഒരു പെനാൽറ്റി എന്നില്ല. മാത്രമല്ല 2 പെനാൽറ്റി മിസ്സാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഫുള്ള് ഓപ്പൺ പ്ലേ ഗോളും അത് മനോഹരമായിട്ടുള്ള ഗോളുകളാണെന്നുള്ളതാണ്. അപ്പൊ ആക്ച്വലി ഇത് 39 വയസ്സിലാണ് സാധിക്കുന്നുള്ളത് വളരെ ഒരു എന്താ പറയാ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണെന്നുള്ളതാണ്. അപ്പൊ ഹങ്കർ എന്തായാലും അതിന്റെ പാരമ്പര്യയില് മെസ്സിക്കും ഉണ്ട്. അതങ്ങനെ പറഞ്ഞു നടക്കാറില്ല പലരും എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ